ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡ. ക്രിപ്റ്റോ മാർക്കറ്റിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ സോഫ്റ്റ്വെയർ എന്നാണ് ഇന്നത്തെ ലൈവ് പെർഫോമൻസിലൂടെ കാണിക്കുന്നത്. BTCയുടെ ചാർട്ടാണ്, ബിറ്റ് കോയിൻ്റെ. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 19th ഡിസംബറിലെ പെർഫോമൻസ് ആണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് 8:45 ശേഷം വന്ന അപ് ട്രെൻഡ് ചെയ്യുന്നു. മാർക്കറ്റ് ഇപ്പോഴും ബൈ കയറിക്കൊണ്ടിരിക്കുന്നു. 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ട് ഇപ്പോഴും മാർക്കറ്റ് അപ് ട്രെൻഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷനിൽ ബാർ ചാർട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സൈഡ് വേസ് മാർക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് കളറിലാണ് നമ്മൾ ഇൻഡിക്കേഷൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രോപ്പർ, അതായത് ഡൗൺ ട്രേഡ് അപ് ട്രെൻഡ്, അത് പ്രോപ്പർ ഡൗൺ അല്ലെങ്കിൽ നമുക്ക് അപ് ട്രെൻഡ് അല്ല ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ നമുക്ക് സൈഡ് വേസ് ആയിട്ട്, അതായത് വ്യത്യസ്ത സൈഡ് വേസ് മാർക്കറ്റ് വ്യത്യസ്ത കളറിൽ നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഈ വീഡിയോ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന ചാർട്ട് കൂടാണ്ട് 8 ടൈപ്പ് ഉണ്ട്. 8 ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ അടക്കം ക്യാൻഡിൽ വേർഷൻ, അതേപോലെ ഭാഷയായിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ചാർട്ടുകൾ 8 ടൈപ്പ് അവൈലബിൾ ആണ്. സ്കാനറും ഉണ്ട്. സ്കാനർ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നമുക്ക്, അതായത് ഒരുപാട് സ്റ്റോക്കിൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും സ്കാനർ. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള പറഞ്ഞുതരാം. സിമ്പിളാണ്. നമുക്ക് ഈ ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ, റെഡ് ആണ് സെല്ല്. ഇതിൽ ബൈ വന്നിരിക്കുന്ന സമയമാണ് മേളിൽ കൊടുത്തിരിക്കുന്ന എൻട്രി പോയിന്റും ടാർഗറ്റുകളും. ഇതിൽ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബൈ വരുന്ന സമയത്ത് നമുക്ക് താഴെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആകണം. ഇത് രണ്ടും ഒന്നിച്ച് വന്നാൽ അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് നമുക്ക് അപ് ട്രെൻഡ് അതായത് നമുക്ക് താഴത്തെ ഗ്രീൻ ആണെങ്കിൽ മാർക്കറ്റ് ബൈ തന്നെയാണ്. ഇവിടെ വരെ അപ് ട്രെൻഡ് കയറി ഇവിടെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങാൻ നോക്കി, പക്ഷെ ഇവിടെ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. മാർക്കറ്റ് ചെറുതായിട്ടും തിരിച്ചിറങ്ങിയിട്ട് കയറി. അപ്പോൾ ഇവിടെ എക്സ് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് വേണം ഇറങ്ങാം. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, അല്ലെ സെക്കൻഡ് ഹിറ്റ് ചെയ്തു, മാർക്കറ്റ് തേർഡിലേക്ക് എത്തിയില്ല, നമുക്ക് ഇവിടെ വേണേൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. രണ്ടാമത് പക്ഷേ അവിടെ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ തരാത്തതുകൊണ്ട് തിരിച്ച് കയറും. അപ്പോൾ ഈ ഇറക്കത്തിൽ നിന്ന് പിന്നെ തിരിച്ച് കയറുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കുകയും ചെയ്യാൻ വേണം. അടുത്ത എൻട്രി അവിടെ റീ എൻട്രി തരികയും ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. ഇതാണ് റെസിസ്റ്റൻസ്, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്ത എൻട്രി അവിടെ നിന്ന് പിക്ക് ചെയ്യാം. ഇതേപോലെയാണ് സെൽ ഇൻഡിക്കേഷനും. റെഡ് മാച്ച് ആയാൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. അതേപോലെ ബൈയും. ഇപ്പോൾ ഇതിനും നോക്കുകയാണെങ്കിൽ ഇന്നലെയൊക്കെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു അപ് ട്രെൻഡും ഡൗൺ എൻട്രിയും നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഇന്നിപ്പോൾ നല്ലൊരു റിട്ടേൺസ് ആണ്. നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ 3 ടാർഗറ്റ് അടിച്ചതിന് ശേഷം പിന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ടാകുമ്പോൾ നമുക്ക് ആ ബൈ ഹോൾഡ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ഫോറക്സിൻ്റെ ഗോൾഡ്, അതേപോലെ തന്നെ ഫോറക്സിൻ്റെ കറൻസി, ഇപ്പം നമുക്ക് ഏതാണെങ്കിലും ഇതേ സ്ട്രാറ്റജിയിൽ വർക്കൗട്ട് ചെയ്യാം. ഇതേപോലെ കറൻസിയിലൊക്കെ കൂടുതൽ ചെയ്യുന്നവർക്ക് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള കറൻസി പെയർ നമുക്ക് USD JPY ആണ്. JPYയുടെ മിക്ക ട്രേഡിങ് മിക്കവാറും ഞാൻ എൻ്റെ പെർഫോമൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ JPY നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് ഉണ്ടാകും. ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ, എന്നാലും നല്ല റിട്ടേൺ ആയിരുന്നു. നമുക്ക് 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മുമ്പത്തെ പെർഫോമൻസ് JPYയുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺ തന്ന മാർക്കറ്റാണ്. പിന്നെ പുറകിൽ പെർഫോമൻസ് നോക്കാൻ നമുക്ക് മിക്കവാറും ട്രേഡ് നമുക്ക് വരാറുണ്ട്. കാരണം വേറെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ഈ പേർ നോക്കിയാൽ തന്നെ നമുക്ക് റിട്ടേൺ നമുക്ക് മിക്കവാറും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇന്നലെയും രാവിലെ അപ് ട്രെൻഡ് നല്ല റിട്ടേൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ക്ലോസിംഗ് ലെവൽ മാർക്കറ്റ് ഇറങ്ങി. പക്ഷേ 1 hour നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സെല്ല് പ്രോപ്പർ തന്നിട്ടില്ല. ഇവിടെ സ്കാൽപ്പിംഗ് ഡേറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇന്ന് നല്ല റിട്ടേൺ, ഇന്നിപ്പോൾ ബൈ തന്നെ കണ്ടിന്യൂ കയറിക്കൊണ്ടിരിക്കുകയാണ്. ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാനാണ് നമ്മുടെ സോഫ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ്ട്രാ കളർ സൈഡ് വേസ് ആണ്. അതേപോലെ തന്നെ ബ്ലൂ കളർ, വൈറ്റ് കളർ, ഓറഞ്ച് കളർ, ഇതൊക്കെ സൈഡ് വേസ് മാർക്കറ്റിനെ ഇൻഡിക്കേഷൻ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ലൈവ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ.